നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നതാണ്, എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ്, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക എന്നതാണ്. ഓരോ ദിവസവും എൻ്റെ ഉപ്പാന്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എന്നിലൂടെ ഒരു സൽക്കർമ്മം എത്തണം എന്ന് നമുക്ക് മനസ്സിലൊരു ബോധം വേണോ? അത് നമ്മുടെ ദിനചര്യയായി മാറണം. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ. ഈ അടുത്ത് ഞാൻ കണ്ടൊരു കവിതയാണിത്. ഈ കവിത ഒരു 5-6 വരിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ കവിത ചൊല്ലിയപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. ഈ കവിത ആരെ എഴുതിയതാണ് എന്നെനിക്കറിയില്ല. എവിടെയോ കണ്ടപ്പോൾ ഞാനത് അപ്പടി കുറിച്ചു വെച്ചു മാസങ്ങൾക്ക് മുമ്പ്. ഈ കവി വളരെ അർത്ഥവത്തായൊരു കവിതയാണ്. ഉമ്മ ഉപ്പ എന്ന് പറയുന്ന 2 വിളക്കുകൾ, നമ്മുടെ വീടിന്റെ പ്രകാശങ്ങൾ. ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയതിന്റെ വേദന അറിയുന്ന ആളുകൾക്കറിയും, നഷ്ടപ്പെട്ടവർക്ക്. ഉമ്മയും ഉപ്പയും ഹയാത്തിലുള്ളവർക്കത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ കവിത ഉപകരിച്ചേക്കാം. ആരുടെയെങ്കിലും മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവന് അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലാ ശൈഉൻ കമിസ്ലി അബീ. ഉപ്പാനെ പോലെ ഒരു വസ്തുവും തന്നെ ഇല്ല കേട്ടോ. പിതാവിന് തുല്യമായി മറ്റൊന്നുമില്ല കേട്ടോ. മാതാവിന്റെ മഹത്വങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ഫളായിലുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാനെ കുറിച്ച് വഅദ് പറയുന്ന 100 നാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു മുഖമുണ്ട്. ഉപ്പാക്ക് ഉപ്പാനെ കുറിച്ച് പറഞ്ഞോളൊന്നുമില്ല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് പ്രശ്നമില്ല. അത് ഉപ്പ എന്ന ഒരു വികാരമാണ്. പിതാവ് എന്നത് തന്നെ അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി നടക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീവി, അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത്. മാതാവ് മറ്റൊരവസ്ഥയിലാണ്. ഈ കവിത ഒരു പിതാവിന്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും. മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ദിവസവും പോലും മുടങ്ങാതെ ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ദുആ ചെയ്യാനും നിങ്ങളെ ഈ കവിത പ്രാപ്തരാക്കും. ജീവിച്ചിരിക്കുന്ന ഉപ്പമാരോട് ഏതെങ്കിലും നിലയ്ക്ക് വെറുപ്പോ വിഷമമോ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഉപ്പാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ ഒരുപക്ഷെ ഈ കവിത നിങ്ങൾക്ക് ഉപകരിക്കും. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ ലസൗതുഹു ഫീ നവാഹി الدار رهبته بالنصح والوعظ والتوجيه والأدب باللمس طفل يربيني وينصحني أبكي وأطلب عافا من اللعب وإن أتى والدي من شغله تعبا أقول بابا فينسى بالغ التعب واليوم صرنا كبارا في منازلنا لكن ظلوا صغارا في عيون أبي ولم يخلف لنا مالا ولا ذهبا لكن وجود أبي أغلى من الذهب. പിതാവ് നഷ്ടപ്പെട്ടവർക്ക് ഈ പറയുന്നതിന്റെ വ്യഥ അറിയും. ഉപ്പ ഹയാത്തിലുള്ള ആളുകൾ അവരുടെ വലുപ്പം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഉപ്പ ഹയാത്തിലുള്ളവർ, ആഫിയത്തോടെ ജീവിച്ചിരിക്കുന്നവരുള്ളവർ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ.
ലസൗതുഹു ഫീ നവാഹിൽ ദാരി റഹ്ബതുഹു. പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ ഗൗരവമേറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ബിന്നുസ്ഹി വൽ വഅളി വത്തൗജീഹി വൽ അദബി. ഉപദേശിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും താക്കീത് ചെയ്തുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും. ചിലപ്പോൾ ഉപ്പ നമുക്ക് വേണ്ടി ന്യായം പറയും, ചിലപ്പോൾ ഉപ്പ നമുക്ക് വേണ്ടി നമുക്ക് എതിരായിട്ട് വാദിക്കും, ചിലപ്പോൾ ഉപ്പ നമ്മെ ഉപദേശിക്കും, ചിലപ്പോൾ ഉപ്പ നമുക്ക് അദബ് പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഉപ്പ ഹയാത്തിലുള്ള കാലം വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ സ്വരം വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ആ സമയത്ത് നിങ്ങൾക്കത് അരോചകമാണ്. ഉപ്പാന്റെ ശബ്ദം ഒന്നും മിണ്ടാതിരുന്നോടെ എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പല നിലക്കും ഉപ്പാനോട് നിങ്ങൾ പ്രകോപിതരായിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിച്ചേക്കാം. പക്ഷേ ഒരു ദിവസം ആ ശബ്ദമൊന്ന് നിലച്ചു നോക്കണോ, വീട് ഉറങ്ങിപ്പോകുന്നതാണ്. ഒരു ദിവസം ആ ശബ്ദം കെട്ടടങ്ങിയാൽ ആ വീട് രാജ്യമില്ലാത്ത രാജാവില്ലാത്ത രാജ്യമായി മാറും, നാഥനില്ലാത്ത കളരിയായി മാറും. അന്ന് നിങ്ങൾ തിരിച്ചറിയും, ഉപ്പ സുഖമില്ലാത്ത ആളാണെങ്കിലും സിറ്റൗട്ടിൽ ഉപ്പ വെറുതെ ഇരുന്നാൽ മതി, ആ വീടിനുണ്ടായിരുന്ന പ്രകാശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബിൽ അംസി തിഫ്ലുൻ യുറബ്ബീനി വയൻസഹുനി. ഇന്നലെ ഞാൻ കുട്ടിയായിരുന്ന സമയം ഉപ്പ എന്നെ തെർബിയത്ത് ചെയ്തു, വളർത്തി. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും കൈ വളരുന്നോ കാല് വളരുന്നോ, ആവശ്യമായ സമയത്ത് നമുക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരഘടനകൾ മാറി വരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പിതാവ് നമ്മെ തർബിയത്ത് ചെയ്യും. മാത്രമല്ല വയൻസഹുനി, എന്റെ ഉപ്പ എന്നെ ഉപദേശിക്കുകയും ചെയ്യും. അബ്കി വ അത്ലുബു, ഞാൻ കരയും, ഞാൻ എൻ്റെ ഉപ്പാനോട് ആവശ്യപ്പെടും. അദ്ഗാഫം മിനൽ ലുഅബി, എത്രയോ കണക്കില്ലാത്ത കളിപ്പാട്ടങ്ങൾ എൻ്റെ ഉപ്പാനോട് ഞാൻ ആവശ്യപ്പെടും. എന്ത് ചോദിച്ചാലും ഉപ്പാക്ക് സാധ്യമല്ല എന്ന് പറയാറില്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു നിഅമത്തും ഒരു തന്നെയാണ്. നമ്മുടെ ഉപ്പമാരൊക്കെ നമ്മേക്കാൾ ദുആക്ക് അർഹരാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ നമ്മളെ പോറ്റിയത്. വളരെ ചെറിയ പൈസക്ക് ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് രാവും പകലും ഇരുതലയും മുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആരോരും അറിയാതെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും വീട്ടിലറിയാതെ ഉപ്പ അവിടെയുള്ള വയറുകൾ പോറ്റിയത്, വിദ്യാഭ്യാസം നടത്തിയത്. അതിനൊന്നും നമ്മൾ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരാള് പോലും ഉപ്പാനൊരു താങ്ക്സ് എന്ന് ഫോർമാലിറ്റിക്ക് പോലും പറയാറില്ല. ഒരു മകളിൽ നിന്ന് മകനിൽ നിന്ന് ഉപ്പ അത് പ്രതീക്ഷിക്കുന്നുമില്ല. അവർക്ക് എന്റെ ആവശ്യമില്ല. ബിൽ അംസി തിഫ്ലുൻ യുറബ്ബീനി വയൻസഉനി അബ്കി വഅത്ലുബു അദ്ആഫൻ മിനൽ ലുഅബി വഇൻ അതാ വാലിദി, എന്റെ ഉപ്പ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ മിൻ ശുഅലിഹി തഅബാ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി അവശനായി എന്റെ ഉപ്പ വീട്ടിലേക്ക് കയറി വന്നാൽ അഖൂലു ബാബാ, ഉപ്പാന്റെ മുഖത്ത് നോക്കി ഉപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ, ബാപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ, കൂലിപ്പണി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിൽ മരത്തിന്റെ കറകൾ, മണ്ണിന്റെ ചെളി പിടിച്ച് മണ്ണ് പിടിച്ച് വിയർത്ത് നാറി അവശനായി കേറി വരുന്ന പിതാവിനോട് മകൻ കേറി ഉപ്പാ എന്ന് വിളിച്ചാൽ അതോടുകൂടെ എന്റെ ഉപ്പ എല്ലാ ക്ഷീണവും മറന്നുപോയി, എല്ലാ ക്ഷീണവും വിഷമവും മറന്നുപോയി. ഈ ഒരൊറ്റ വിളി കാരണം
വൽയൗമ സിർനാ കുബാറൻ ഫീ മനാസിലിനാ. ഇന്നിതാ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി, സംഘടനാ പ്രവർത്തകരായി, നേതാക്കളായി. ഉപ്പാന അറിയുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മെ പല ആളുകളും അറിയാൻ തുടങ്ങി. നമ്മളൊക്കെ വലിയ പൈസക്കാരായി, എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ പ്രാപ്തരായി. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി. പക്ഷേ ഉപ്പാന്റെ കണ്ണിൽ എന്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ ആ 6 വയസ്സുള്ള കുട്ടിയാണ്. എന്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ ബോധം നമ്മൾ തിരിച്ചറിയണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പിതാവിനും അവന്റെ കുട്ടികൾ വലുതാവാറില്ല. നമ്മൾ പൈസക്കാരായി, നേതാക്കളായി, നമ്മളൊക്കെ സൗകര്യമുള്ളവരായി നമുക്ക് തോന്നാണ്. അതുകൊണ്ട് നമ്മളെ ഉപ്പ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഉപ്പാന്റെ അടുത്ത് ഞാൻ എപ്പോഴും പഴയ ചെറിയ കുട്ടിയാണ് എന്ന്. ഇപ്പോഴും നമ്മളെ ഉപദേശിക്കും ഉപ്പ. ഈ സമയത്തും ദുബൈയിലേക്ക് പോകാൻ വേണ്ടി പല പ്രാവശ്യം ആ വീട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഇറങ്ങിയ മകനാണെങ്കിലോ ഇന്നും ഇറങ്ങുമ്പോൾ ഉപ്പ പറയാണ്, മോനെ ശ്രദ്ധിക്കണട്ടോ, ഇത് പറയാൻ ലോകത്ത് വേറെ ഒരാളും ഉണ്ടാവില്ല. ഹയ്യായി ജീവനോടെ പിതാവുള്ള ആളുകൾ ഈ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വിലയറിയില്ല. നാളെ നിങ്ങളുടെ ഉപ്പ പോയാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആദികളിൽ കേൾക്കാതിരുന്നാൽ അന്നാണ് നിങ്ങളുടെ ഉപ്പാന്റെ വില നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീഴണേ. മരണപ്പെട്ടു പോയ ഉപ്പമാരുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളെ കൊണ്ടൊരു ഫാത്തിഹ, നമ്മളിലൂടെയുള്ള ഒരു യാസീൻ അവരുടെ ഖബറിലേക്ക് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതവിടെ എത്തിക്കുകയും അതിലൂടെ നമ്മുടെ ഉപ്പാന്റെ ദറജ വർദ്ധിക്കുകയും മാത്രമല്ല, ഖബറാളികളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഉപ്പാക്ക് ഒരു സൽപ്പേരും ഉണ്ടാവുകയും ചെയ്യും. സംഭവങ്ങൾ കുറെ പറയാണ്ട്, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിതാവിന് വേണ്ടി മകന് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഖുർആൻ ഓതി ദുആ ചെയ്താൽ ഖബറാളികളുടെ ഇടയിൽ അത് ചർച്ചയാണ്. നമ്മുടെ ഉപ്പ ഖബറിൽ ഇസ്സത്തിലാവുകയാണ്. ഇത് കാണുമ്പോൾ മറ്റുള്ള അർവാഹികൾ ചോദിക്കുകയാണ്. നമ്മുടെ ഉപ്പ അഭിമാനത്തോടെ പറയാണ്, എന്റെ മോന്റെ ദുആയാ, എന്റെ മോന്റെ യാസീനാണ്, എന്റെ മോന്റെ ഖത്മാണ്, എന്റെ മോൻ എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്തതാ എന്ന് ഉപ്പ പറയുമ്പോൾ അഭിമാനമുണ്ടാകും. ഇത് ദീനാണ്. മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. വലം യുഖല്ലിഫ് ലനാ മാലൻ വലാ ദഹബാ. ഉപ്പ നമുക്ക് വേണ്ടി സമ്പത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്റെ പിതാവ് മരണപ്പെടുമ്പോ ഞങ്ങൾ ഉപ്പാന്റെ പെട്ടിയൊക്കെ അരിച്ചു പെറുക്കി നോക്കി. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ അരിച്ചു പെറുക്കുമ്പോ ഉപ്പാന്റെ പെട്ടിയിൽ ആകെയുള്ളത് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കളും മറ്റും വന്നുകൊണ്ട് ഉപ്പാക്ക് ഹദിയയായിട്ട് കൊടുത്ത 7500 രൂപയാണ്. അതാണ് ഉപ്പാന്റെ ആകെ സമ്പാദ്യം. അത് തലയണ്ണന്റെ ചോട്ടിലുണ്ട്. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ നോക്കിയപ്പോ ഏകദേശം ആളുകളുടെ കണ്ണ് നിറഞ്ഞുപോയി. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം മദ്രസയിൽ ദഫിൽ പങ്കെടുക്കുമല്ലോ. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ ദഫ് കളിച്ചപ്പോ അതിന് ഞങ്ങൾക്ക് ദഫിന് മത്സരത്തിന് പോയോടുത്തുനിന്ന് ഓരോ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. എന്റെ ഓർമ്മയിൽ പോലും അതില്ല. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ദഫിന്റെ സർട്ടിഫിക്കറ്റ് ഉപ്പയുണ്ട് നിധി പോലെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് പിതാവ് എന്ന് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ നമ്മൾ കാണാത്ത വലിയ സ്ഥാനം അവർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാതെ നാം അവരോട് സംസാരിക്കുമ്പോ ആ ഹൃദയത്തിനുണ്ടാകുന്ന വേദനകളെ നാം തിരിച്ചറിയണം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കണോ.
ഇല്ല, അവര് നമുക്ക് വേണ്ടി സമ്പാദ്യങ്ങളൊന്നും തന്നിട്ടില്ല. വല അദഹബ, സ്വർണ്ണ കൂമ്പാരങ്ങളും അവർ തന്നിട്ടില്ല. പക്ഷേ ലകിൻ വജൂദു അബീ അഗ്ലാ മിനൽ ദഹബി, പക്ഷേ എന്റെ പിതാവിന്റെ സാന്നിധ്യം അത് സ്വർണ്ണ കൂമ്പാരങ്ങളെക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ്. എത്ര മനോഹരമായാണ് ആ കവി ഇത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്.